ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പീനട്ട് ചട്നിയാണ്. വെറും 10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നിലക്കടല ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായി ഞാനിവിടെ 1/2 കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഏറ്റവും കുറഞ്ഞ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2ആയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവണ്ട, ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മാത്രം മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. പുളിക്ക് പകരം നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയ ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് തേങ്ങയാണ്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തേങ്ങയുടെ ആ മിക്സ് തണുത്തതിന് ശേഷം അരച്ചെടുക്കാനായിട്ട് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ചട്നിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കട്ടിയിൽ വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒന്ന് കടുക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഒന്ന് ബ്രൗൺ കളറായി വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉഴുന്ന് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് 2 വറ്റൽമുളകാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് കടുക് താളിച്ചത് ചട്നിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നിലക്കടല ചട്നി ഇവിടെ റെഡിയായി. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനു മുമ്പ് നിങ്ങൾ ഇതേപോലെ ചട്നി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തേങ്ങാ ചട്നിക്ക് പകരം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.